തിന്നലും ഉറങ്ങലും ഫോണിൽ കളിക്കലൊക്കെ ആയിട്ട് 2 ദിവസം ട്രെയിനിൽ അങ്ങോട്ട് ഒപ്പിച്ചു. 4-ാം തീയതി 12:30ക്ക് എത്തേണ്ട ട്രെയിൻ വൈകുന്നേരം 4 മണിയായപ്പോഴാണ് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടെ നമുക്ക് കുട്ടിയും പറിച്ചങ്ങാണ്ട് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. ടൈം തെറ്റിയെത്തിയതുകൊണ്ട് തന്നെ ആ ടൈമിൽ വേറെ 2-3 ട്രെയിനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാനുണ്ടോ, നല്ല തിരക്കായിരുന്നു. അങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് ടാസ്ക് ടാക്സി കിട്ടലാണ്. ഊബറിലൊക്കെ 2-3 വട്ടം നോക്കിയിട്ടും യാതൊരു രക്ഷയില്ല, ഫുള്ള് തിരക്കാണ്. അങ്ങനെ ഒപ്പിച്ച് ലാസ്റ്റ് ഒരു ഓട്ടോ എന്ന് പറഞ്ഞങ്ങാണ്ട് കയറി. അതിലുള്ള ലഗേജും കുറ്റിയും പറിച്ചൊക്കെ എങ്ങാണ്ട് എങ്ങനെയൊക്കെ ഒപ്പിച്ച് അടുത്തത് ന്യൂഡൽഹി എത്തണം. അങ്ങനെ ഊബർ ചേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരു 3-4 മണിക്കൂറത്തേക്ക് എവിടെയെങ്കിലും ഒന്ന് അൾട്ടാവാൻ വേണ്ടിയിട്ട്. കാരണം രാത്രി 8:30ക്കാണ് നെക്സ്റ്റ് ട്രെയിൻ വരുന്നത്. അത്രയും ടൈം അവിടെ ഉണ്ടല്ലോ. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു റൂം എടുത്തു. അവിടുന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ സൊമാറ്റോയിൽ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ടൈം ആയപ്പോൾ ഞങ്ങൾ ഇതാ റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ കണ്ട് ട്രെയിനിൽ കയറി കിടന്നുറങ്ങി. ന്യൂഡൽഹി ടു കത്ര നല്ല ഉറക്കം ഉറങ്ങി. രാവിലെ എണീച്ചപ്പം മനസ്സിലായി അടുത്ത ട്രെയിൻ എന്തായാലും മിസ്സാവും എന്നുള്ളത്. 7:45 കത്രയിലെത്തേണ്ട ട്രെയിനാണ്. 9:30 ആയിട്ടും അവിടെ എത്തിയിട്ടില്ല. അതോടുകൂടി നമ്മൾ 8:10 ട്രെയിൻ വന്ദേ ഭാരത് അത് അതിൻ്റെ പാട്ടിന് പോയി. ഇനി എന്താ, ഒന്നെങ്കിൽ അടുത്ത ട്രെയിനിന് വെയിറ്റ് ചെയ്യേണ്ടി വരും, ഫൈനൊക്കെ കൊടുത്തിട്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ചടങ്ങാണ്. അതന്നെ സീറ്റും ടിക്കറ്റും ഒന്നും കിട്ടുമെന്ന് യാതൊരു കൺഫർമേഷനും ഇല്ല. ഇനിയിപ്പോൾ എന്താ, ഷെയർ ടാക്സി അല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ കണ്ട് ഏതോ ഇന്ത്യക്കാരെ കൂടെ ഷെയർ ടാക്സി എടുത്തുങ്ങാണ്ട് ഞങ്ങൾ അങ്ങനെ യാത്ര തുടങ്ങി. വന്ദേ ഭാരത് മിസ്സായിട്ടില്ലെങ്കിൽ 11:30 ആകുമ്പോൾ ശ്രീനഗറിലെത്തിയിനി. പിന്നെ ഡാലിലേക്ക് പോകലും അവിടെ ഷോപ്പിങ്ങും പല പ്ലാനുകളും ഉണ്ടേനി. എല്ലാം പോയി കിട്ടി. അപ്പോൾ ഇന്നത്തെ കാര്യത്തിൽ ഏതായാലും തീരുമാനമായി. ഇനി ഒരു 6 മണിക്കൂർ ബൈ റോഡ്.